ഹലോ, ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് രാവിലെ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ അമ്മ നെയ്ച്ചോറ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അഞ്ചു ഉണ്ണീനെ സിയപ്പിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. വാമി അതവിടെ ഇരിക്കുന്നുണ്ട്. സിയാപ്പി അഞ്ചുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പരാതിയാണ് പറയുന്നത്. വാമി കാട്ടി എന്നൊക്കെയാണ് തോന്നുന്നു പറയണത്. അപ്പോൾ സിയാപ്പിയുടെ ഫ്രണ്ട്സാണ് ഇതൊക്കെ കേട്ടോ. ഇവിടെ അരൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരായിട്ടാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ആര്യ എൻ്റെ പാപ്പൻ്റെ മോളാണ്. അപ്പോൾ അവൾ ഞാൻ വന്നറിഞ്ഞപ്പോൾ സിയാപ്പിനെ എടുക്കാൻ വേണ്ടി വന്നിരിക്കട്ടാ. കൂട്ടത്തിൽ അബിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ പാപ്പൻ്റെ മോനാട്ടാ അബി. അപ്പോൾ അവൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, എന്താടെ മുടി ഇങ്ങനെ വളർന്നല്ലോ, എന്താ മുടി ഇങ്ങനെ വളർത്തുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടാ. അപ്പോൾ അവന് ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ സ്റ്റൈലാണ്, മുടി ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. മുഖത്തേക്ക് നോക്കണില്ല, അവന് നാണായിട്ട് ഫോണിൽ തന്നെ നോക്കിയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പുതിയ ലൈനൊക്കെ ആയോ എന്ന് ചോദിക്കാം. പുതിയ ലൈനൊന്നുമില്ല, പഴയ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പര്. അപ്പോൾ അമ്മ എന്നോട് നെയ്ച്ചോറ് എന്തായി പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്ച്ചോറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വിളമ്പാൻ വേണ്ടിയിട്ട് അത് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ, ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടാ. അങ്ങനെ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ചോറും കറിയും എടുത്തിട്ട് അഞ്ജുൻ്റെ കയ്യിൽ കൊടുത്തുട്ടാ, വാമിക്കും സിയയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ രണ്ട് കൂട്ടരും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടാ. വാമീനെ വീഡിയോയിൽ കാണാത്ത, വാമി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് കേട്ടാ. പിന്നെ ഞാനും അഞ്ചും കൂടിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടാ. അമ്മ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇവിടെ ടേബിളിന്മേൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അമ്മ അടുക്കളയിൽ നിലത്താട്ടേ ഇരിക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മേമ സിയാപ്പീനായിട്ടിട്ട് ആട്ടുന്നുണ്ട് കേട്ടോ, ഉറക്കാൻ വേണ്ടിയിട്ട് ആട്ടുക കേട്ടാ. അപ്പോൾ വാമി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. മേമയാണെങ്കിൽ കുട്ടീനെ ആട്ടുന്നുണ്ട് കേട്ടാ. പക്ഷേ എത്ര ആട്ടിയിട്ടും കുട്ടി ഉറങ്ങണ ലക്ഷണമൊന്നും കാണില്ല കേട്ടാ. വാമി റെഡി ആയിട്ട് നിൽക്കുന്നത് ഇവിടെ അരൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ആണ് അവൾ റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടാ. അപ്പോൾ ആര്യ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആര്യയുടെ കൂടെയാണ് അവൾ പോണത്. പിന്നെ ഞാൻ അപ്പോഴത്തേനും മാങ്ങ ഉണ്ടല്ലോ അത് ചെത്തി ഇങ്ങനെ ജ്യൂസ് അടിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അഞ്ചു പറഞ്ഞ്, എടി വേറൊരു സംഭവമുണ്ട്, ജ്യൂസ് തന്നെ പക്ഷേ മാങ്ങയിട്ട് വേറെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ യൂട്യൂബിലിട്ട് കണ്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, അപ്പോൾ അവൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് മാങ്ങ ഒക്കെ ഇങ്ങനെ ചെത്തി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങ ഒക്കെ ഞാൻ നുറുക്കിയ കഷ്ണങ്ങളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അവളത് ജ്യൂസാക്കി വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചെറിയൊരു ചൂട് മാത്രം മതി. പിന്നെ ആ ചെഞ്ചട്ടി ഇറക്കിയതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതാണ് പിഴിയുന്നത് കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു അരിപ്പ് എടുത്തിട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ചെയ്യണത്. ഇത് നമുക്ക് എപ്പോഴാണോ ദാഹം വരുന്നത്, എപ്പോഴാണോ കുടിക്കാൻ തോന്നുന്നത്, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.